കൈകോർത്ത് തങ്ങളുടെ സാഹചര്യം മാറ്റുന്നതിനും അത്ഭുതങ്ങൾ ചെയ്യുന്നതിനും ദൈവത്തോട് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന അനേക ഉദാഹരണങ്ങൾ ബൈബിളിൽ നാം കാണുന്നു. മത്തായി 18-19-20 വചനങ്ങൾ പറയുന്നു, ഭൂമിയിൽ വെച്ച് നിങ്ങളിൽ 2 പേർ യാചിക്കുന്ന ഏതു കാര്യത്തിലും ഐക്യമത്യപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിങ്കിൽ നിന്ന് അവർക്ക് ലഭിക്കും. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിൽ ഉണ്ട് എന്നും ഞാൻ നിങ്ങളോട് പറയുന്നു. സങ്കീർത്തനം 133-1 പറയുന്നു, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. ശിഷ്യന്മാരോടൊപ്പം പ്രാർത്ഥിക്കുന്നതിൻ്റെ മാതൃക യേശു നമുക്ക് കാണിച്ചു തന്നു. അവൻ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുകയും പിതാവിനോട് കൂടെ ഏകാന്തത ആവശ്യമായി വരികയും ചെയ്ത സമയങ്ങളുണ്ടായിരുന്നു. ശിഷ്യന്മാരോട് കൂടെ പ്രാർത്ഥിച്ച സമയങ്ങളും ഉണ്ടായിരുന്നു. നമ്മെ ഒന്നായി ഐക്യപ്പെട്ട വിശ്വാസികളായി കാണാൻ ദൈവം ആഗ്രഹിക്കുന്നു. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ നാം അവൻ്റെ രാജ്യത്തിനായി മഹത്തായതും അത്ഭുതകരവുമായ കാര്യങ്ങൾ കൈവരിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.